മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് കേന്ദ്രം ബോധപൂർവ്വം വൈകിപ്പിച്ചു എന്ന് കേരളം. 153 ദിവസത്തിന് ശേഷമാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് അംഗീകരിക്കുന്നത്. ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളുന്നത് അടക്കം കേരളത്തിന്റെ മറ്റാവശ്യങ്ങളിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. മേപ്പാടിയിലെ ചൂരൽമല ദുരന്തത്തിൻ്റെ 154 ദിവസം പിന്നിട്ടതിന് ശേഷം കേരളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ച 3 ആവശ്യങ്ങളിൽ ഒന്ന് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെൻറ്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. എന്താണ് ഇതിനെല്ലാം ഇത്ര കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിതുവരെ മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനും അവർക്ക് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ പുതിയ ആവശ്യങ്ങൾക്കോ വേണ്ടി ലോൺ എടുക്കാനുള്ള അവകാശത്തിന്, കടമെടുക്കാനുള്ള അവകാശത്തിന് അനുവാദം കൊടുക്കാവുന്ന സെക്ഷൻ 13 ഇപ്പോഴും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ആഭ്യന്തര മന്ത്രാലയം അയച്ച കത്തിലാണ് ഈ അതിതീവ്ര ദുരന്തമായി അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത്. അത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉടൻ ഉണ്ടായേക്കും. സലിം മാലിക് വിവരങ്ങൾ വെച്ചിരുന്നു. സലിം, എന്നോ ഉണ്ടാവേണ്ട ഉത്തരവാണത്. വല്ലാതെ വൈകിയാണെങ്കിൽ കൂടിയും ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ ആ പ്രഖ്യാപനം ദുരന്തബാധിതർക്ക് ഏതൊക്കെ രീതിയിലാകും വരും ദിവസങ്ങളിൽ സഹായകരമാവുക? സലിം. ഹാഷ്മി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. അതിതീവ്ര ദുരന്തമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് 154 ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ അപകടം സംഭവിച്ച 6 മാസങ്ങൾക്ക് ശേഷം ഈ അതിതീവ്ര ദുരന്തം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സഹായം പല വഴിയിൽ നിന്ന് കിട്ടും. കേന്ദ്രത്തിൻ്റെ സഹായം ഇനി അതിതീവ്ര ദുരന്തത്തിന് നൽകേണ്ട സഹായം നൽകണം എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2 മാസത്തിനുള്ളിലായിരുന്നു അപകടമെങ്കിൽ UN-ൽ നിന്നുൾപ്പെടെ കേരളത്തിന് സഹായം ലഭിച്ചേനെ. അങ്ങനെയുള്ള പല സഹായങ്ങളുടെയും ഈ അതിതീവ്ര ദുരന്തം എന്ന നിലയിൽ ലഭിക്കേണ്ട പല സഹായങ്ങളുടെയും വഴിയടച്ച ശേഷമാണ് 154 ദിവസം കേന്ദ്രം ഇപ്പോൾ അത് അതിതീവ്ര ദുരന്തം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നെങ്കിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇപ്പോഴില്ല എന്നതിൻ്റെ പേരിലാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ അതും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചതോടുകൂടി കേന്ദ്രത്തിന് സ്വാഭാവികമായും അതിതീവ്ര ദുരന്തത്തിന് അനുവദിക്കേണ്ട പണം നൽകേണ്ടി വരും. മാത്രമല്ല MB ഫണ്ടിൽ നിന്നും സംസ്ഥാനത്തിന് പണം ആവശ്യപ്പെടാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിനൊരു വലിയ ആശ്വാസം അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായമോ അതിൽ നിന്നുള്ള 1ാം ഘട്ട സഹായമോ ആവശ്യപ്പെട്ടിരുന്നു കേരളം. ഇത് രണ്ടും കേരളത്തിന് അനുവദിച്ച് നൽകിയില്ല എന്ന് മാത്രമല്ല സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം എടുക്കണമെന്നായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. എന്തായാലും നിലവിൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചതോടുകൂടി ഇനി കേന്ദ്രത്തിന് ആ നിലയിൽ ഒരു വർത്തമാനം പറയാൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നല്ല, കേന്ദ്രത്തിൻ്റെ സഹായം തന്നെ ഉറപ്പായും വേണ്ടിവരും. മാത്രമല്ല ഇതിലെ മറ്റ് പ്രധാന പ്രശ്നങ്ങൾ ഈ ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും കേന്ദ്രം ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നിലവിൽ ഈ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടവരും പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ സമർപ്പിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അത് മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് കേരളത്തിൻ്റെ ഈ അലംഭാവമായിരുന്നു ഇത് വൈകാനുള്ള കാരണം എന്നുള്ളതാണ്. അത് എന്തു തന്നെയായാലും ശരി, നിലവിൽ വയനാട് ഈ ദുരന്തബാധിത പ്രദേശത്ത് ഉള്ള ആളുകൾക്കൊരു വലിയ സഹായം ഇതുമായി ബന്ധപ്പെട്ട് അതിതീവ്ര ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് MPമാരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. MPമാരുമായി ബന്ധപ്പെട്ട് MPമാരിൽ നിന്ന് പുനർനിർമ്മാണ പ്രക്രിയയിലേക്കുള്ള സഹായം ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതുവഴി കേന്ദ്രത്തിൽ നിന്നൊരു വലിയ വിഹിതം വാങ്ങിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലവിലെയും പ്രതീക്ഷ. മാത്രമല്ല UN-ൽ നിന്നുൾപ്പെടെ സഹായം ലഭിക്കാനുള്ള ശ്രമങ്ങളും കേരളം ഇനിയും നടത്തും. പക്ഷേ ആ ശ്രമം മന്ത്രി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യത്തെ ദുരന്തം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടതുകൊണ്ട് തന്നെ ആ സഹായം ഇനി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും വലിയ ആശങ്കയുണ്ട്. ഹാഷ്മി, ശരി, ബോധപൂർവ്വം വൈകിപ്പിച്ചു ആ പ്രഖ്യാപനം. അത് നമുക്കറിയാം, അതൊക്കെ രാജ്യമെന്നല്ല ലോകം കണ്ട തന്നെ വലിയ മഹാദുരന്തങ്ങളിൽ ഒന്നാണ് ആ ദുരന്തം. ഉറപ്പായും രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒരു ആദ്യത്തെ 5 ദുരന്തം എടുത്താൽ അതിലൊന്നും നമ്മുടെ ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം തന്നെയാണ്. അതിതീവ്ര ദുരന്തം എന്ന് പ്രഖ്യാപിക്കാൻ ഇത്രത്തോളം അമാന്തം ഉണ്ടാവേണ്ടിയിരുന്നില്ല. എങ്കിൽ കൂടിയും വൈകിയാണെങ്കിലും പ്രഖ്യാപനം ഉണ്ടായതിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ നല്ല കാര്യം.